നാളെ ഹോസ്പിറ്റലിൽ പോകുന്നത്? ആ ഓക്കെ ഓക്കെ. അത് നാളെ പോയിട്ട് സ്റ്റിക്കെല്ലാം എടുത്തിട്ട് എന്താ അയച്ചിട്ടുള്ളത് മനസ്സിലായില്ല. ഞാൻ ഹോസ്പിറ്റലിലാണ് ഇന്ന്. സ്റ്റിച്ച് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇത് എന്താ അയച്ചിട്ടുള്ളത് മനസ്സിലായി. ഓക്കെ, ഹോസ്പിറ്റലിൽ വന്നിട്ട് വിളിക്കാം കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ആരാ കൂടെ പോയത്? ഉമ്മാനെ കൂട്ടിക്കൊണ്ട് പോയിനാ? ഹോസ്പിറ്റലിൽ ഉമ്മാനെ കൂട്ടിയിട്ട് പോയി. മക്കള് പെരയിലല്ല, സ്കൂളിൽ പോയി. ചെറിയ മോന് കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. റിസൾട്ടൊക്കെ നോർമലാണ്. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഡോക്ടറെ അടുത്ത് പോയി വന്ന് അങ്ങനെയൊക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഷാഹിദ, എന്താ മോളെ, സുഖനല്ലേ? എന്ത് വിശേഷം? എന്താക്കുന്നത്? ഹോസ്പിറ്റലൊക്കെ പോയി വന്നല്ലേ? വേദനയൊക്കെ കുറവുണ്ടോ? പിന്നെ കൂടുതൽ വെള്ളമൊക്കെ കുളിക്കുക. ഡോക്ടർ പറഞ്ഞ് ഗുളിക വേണ്ട, ഇത് പോകാൻ വേണ്ടി പറഞ്ഞിനാ? വീണ്ടും പോകാൻ വേണ്ടി പറഞ്ഞിനാ? ഗുളിക വേണ്ട കഴിക്കാൻ? വേറെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. റിപ്ലൈ കേട്ടെ, എനിക്ക് കുറച്ചുകൂടെ വേറെ ജോലിയുണ്ട്. മറ്റേ വീടെല്ലാം പോവാണ്ട്. 2 ഷോപ്പിൻ്റെ കുറച്ച് പണത്തിൻ്റെ ഒക്കെ റിപ്ലൈ കിട്ടീനി. 2 ഷോപ്പിൻ്റെ രണ്ട് ടീമിൻ്റെ. ഇനി ബാക്കി കിട്ടാൻ ഓരോന്ന് കിട്ടിയിട്ട് ഇപ്പോൾ വാട്സപ്പിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ 2 ടീമിൻ്റെ കിട്ടീനി. പൈസ കയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. ഇത് എല്ലാവരും ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. ഓരോ സ്ലിപ്പ് കിട്ടൂന്. അസ്സലാമു അലൈക്കും. ഇത് സായി സുഖനല്ലേ? ഉണ്ടാക്കുന്ന ഒരു വിവരമില്ല ഇപ്പോൾ. അൽഹംദുലില്ലാ, സുഖാണ്. ഒരേ തിരക്കല്ലേ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നലെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഒരു കാര്യത്തിന്, മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഓരോ തിരക്കാണ്. സമയമില്ല, റീപ്ലൈ തരാനൊന്നും സമയമില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം പാടെ നോക്കുമ്പോഴേക്കും നമുക്ക് ഫോണിൽ റിപ്ലൈ കൊടുക്കാനൊന്നും ടൈം കിട്ടുന്നില്ല. പിന്നെ അല്ലാണ്ട് കോളുകളും കാര്യങ്ങളൊക്കെ മാറിയാ. പിന്നെ ഇത് ഞാൻ ഒരുപാട് നമുക്ക് വിളിച്ചു, നീ ഫോൺ എടുത്തിട്ടില്ല, ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ കാര്യം ചെയ്ത് നീ ഇപ്പോൾ നീ ഒന്ന് ടോട്ടലാക്കിയിട്ട് ഇതിൻ്റെ കണക്ക് എത്ര പൈസ നിനക്ക് ഈ വാട്സപ്പിൽ വന്ന് നിനക്കൊന്ന് അറിയിക്കട്ടെ. ടോട്ടലായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഫുള്ളൊന്ന് ടോട്ടലാക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചതാട്ടാ. എൻ്റെ ഇന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ട് കുറച്ച് നിൻ്റെ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോകും. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്താഴ്ച നാട്ടിൽ പോകണം. അപ്പോൾ ഇത് ചിലപ്പോൾ പിന്നെ ഇനി വേറെ ആൾക്ക് ഏൽപ്പിക്കും. അപ്പോൾ ഈ ഉള്ള പൈസ എത്രയാണ് ഞങ്ങൾക്ക് ടോട്ടലാക്കിയിട്ട് എനിക്ക് അറിയിക്കട്ടെ. ഇതിൻ്റെ പകുതി പൈസ കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് ഇതിൻ്റെ അക്കൗണ്ടിൽ ഇടുന്നത്, ബാക്കി അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ പൈസ ബാക്കി ഇതിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് അതിന് എടുക്കല്ല, അക്കൗണ്ടിൽ ഇരുന്നോട്ടെ കേട്ടോ. എന്തെങ്കിലും സ്ഥലം നോക്കിയാൽ പിന്നെ എടുക്കാം. ടോട്ടലാക്കിയിട്ട് എനിക്ക് അറിയിക്കും, എത്രയാണ് ടോട്ടലാക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ എമൗണ്ട് അറിയിക്കട്ടെ. ഓക്കെ, ഇന്ന് തന്നെ അറിയിക്കണം. ഓക്കെ, ഞാൻ ഒരുപാട് വിളിച്ചു, ഇനി ഫോൺ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ബിസി അല്ലേ? സാരല്ല, ഇപ്പോൾ ഫോൺ എടുക്കണ്ട. ഓക്കെ. ഹലോ ഇക്ക, ഞാനേ പുറത്താണ് ഇപ്പോൾ. ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് ടോട്ടലാക്കിയിട്ട് നിങ്ങൾക്ക് വിവരം അറിയിക്കാം. പിന്നില്ലേ, നെറ്റ് ഓഫ് ആക്കിയിടുന്നതുകൊണ്ടാണ് ബിസി തോന്നുന്നത്, അല്ലാണ്ട് ബിസി ഇല്ല. നെറ്റ് ഓഫാണ്. നെറ്റ് ഓഫ് ആക്കിയിടുമ്പോൾ ഞാൻ ഇപ്പോൾ വേറൊരു സ്ഥലത്തായതുകൊണ്ട്, വേറെ സ്ഥലം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക്, മോന് SSLC ആണ്, അവൻ്റെ കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കാൻ, സർട്ടിഫിക്കറ്റ്, അക്ഷയ, അങ്ങനെ നടക്കുക. അപ്പം അതിൻ്റെ പിന്നാലെയാണ്. അപ്പം നെറ്റ് ഇടയ്ക്ക് ഓഫ് ആക്കിയിടുമ്പോൾ സംഭവം നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടാണ്ടാവും. ഹലോ, അസ്സലാമു അലൈക്കും. എന്തായി നോക്കിയാ? എന്തായി ഫുള്ള് കണക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് കേട്ടാ, ഇത്രയെല്ലാം അറിഞ്ഞിട്ട് അത് കിട്ടിത്ര പൈസ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം. ബാക്കിയുള്ള പൈസ ഇത് ആർക്കും ഒരാൾ ഏൽപ്പിക്കും. അവർ സ്ഥലം എടുക്കുമ്പോൾ അവർക്ക് വെച്ച് കൊടുക്കും. ഉള്ള പൈസ നിൻ്റെ അക്കൗണ്ടിൽ കേട്ടോ. അക്കൗണ്ടിൽ പൈസ എടുക്കല്ല, ഇത് അവിടെ ഇരുന്നോ. എന്തിനാ ഈ വീഡിയോ കോൾ ആക്കണത്? എന്തിനാ കട്ട് ചെയ്തത്?
ഞങ്ങളൊക്കെ കടന്നു സമയം വീഡിയോ കോൾ ആക്കണ എന്തിനാ? ഞാൻ കടക്കാണ് ഇവിടെ. ഞങ്ങളൊക്കെ കടന്നു സമയം ഇവിടെ 11 മണിയായി. വീഡിയോ കോളാക്കുന്നത് നിന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്, കാണിച്ചാൽ നിന്റെ അസുഖമുള്ളല്ലോ നോക്കി കണ്ടിട്ട് വിളിച്ചത്, അല്ലാണ്ട് എന്താ വേറൊന്നുണ്ടോ വിളിച്ചൊന്നുമല്ല. നീ പനിക്കുന്നത് അത് ഒന്ന് മുഖം കാണാൻ വേണ്ടി വിളിച്ചത്, അല്ലാണ്ട് വേറൊന്നുണ്ടോ വിളിച്ചൊന്നുമില്ല. ഓ വിളിക്കുന്നില്ല, സോറി. അസ്സലാമു അലൈക്കും. നിങ്ങൾ എനിക്ക് വിട്ടുതന്ന പൈസൻ്റെ കണക്ക് നാട്ടിലത്തെ കണക്ക് പ്രകാരമല്ലേ? അപ്പോൾ മൊത്തം 85,100 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്ര ദിവസം എന്താ പറയുക തിരക്കിലായിരുന്നു. മക്കൾക്ക് പനി, എനിക്ക് പനി, വയ്യായിക കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇടാഞ്ഞത്. ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതാ ഈ പൈസൻ്റെ കണക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്ര എന്തിനാ ഈ വീഡിയോ കോൾ ആക്കണത്? ഇതെന്താ വോയിസ് മനസ്സിലായില്ല. അതൊരു തെറ്റാണോ? വീഡിയോ കോൾ ആക്കണ പറഞ്ഞാല് രാത്രി 11 മണിക്കൊക്കെ വീഡിയോ കോൾ ആക്കണത് എന്തിനാന്നാ ചോദിച്ചത്. ഈ ഇതിൻ്റെയും കാര്യങ്ങൾ ആവശ്യത്തിന് സംസാരിക്കാൻ നമുക്ക് ഓഡിയോ കോളല്ലേ എല്ലാവരും സംസാരിക്കുക. വീഡിയോ കോൾ ആക്കിയിട്ട് ഒരാളിനെ കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ നിങ്ങൾ വിളിക്കുന്ന ടൈം നമ്മുടെ ഇവിടെ 11 മണി 12 മണിയൊക്കെയാണ്. അപ്പം ആ ടൈമിൽ ഒരാളിനെ വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ നമ്മളൊരു അന്യ സ്ത്രീയല്ലേ, ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീ എന്നൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മളൊരാളിനെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ കിടക്കണ ടൈമൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം രാത്രി ടൈമിലൊക്കെ അൺടൈമാണ്. ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഉമ്മ ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്, എല്ലാവരുടെയും ബഹുമാനിക്കണ്ടേ. അപ്പം അൺടൈമൊക്കെ നമ്മൾ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം എനിക്കിതിലുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. അതൊരു തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വീടിൻ്റെ പേരിൽ എന്നെ ചൂഷണം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നും എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ വീടിനെ കുറിച്ച് പറഞ്ഞു, സ്ഥലം നോക്കാനും വീട് വെക്കാനും ഇങ്ങനെ പിരിക്കുന്നുണ്ട്, പൈസ പിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വിളിക്കുന്ന ടൈമൊക്കെ എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ഫോണ് ചിലപ്പോൾ ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഞാനൊരു യൂട്യൂബറും വേറെ ഉള്ളതും മക്കളുടെ കാര്യങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിനനുസരിച്ച് എനിക്ക് ബിസി കോള് കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ബാക്കിയുള്ളവിടുന്നൊക്കെ വിളിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങളിപ്പോഴും വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ എനിക്ക് കോള് കിട്ടിയെന്ന് വരില്ല. അപ്പം അതൊക്കെ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിൽ മെസ്സേജ് ഇട്ട് വെക്കാം, ഞാൻ നോക്കും. അതിനനുസരിച്ച് ഞാൻ റിപ്ലൈയും തരാറുണ്ട്. അല്ലാണ്ട് ഈ ഒരു സ്ത്രീക്ക് വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. ആ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് വീഡിയോ കോൾ ചെയ്ത് എന്നല്ല, അതുകൊണ്ട് ഞാൻ കട്ടാക്കി വിട്ടത്. അതൊരു നല്ല പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നിയില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ മെസ്സേജ് അയക്കണതൊന്നും ഡിലീറ്റ് ആക്കണ്ട. ഇവിടെ നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഇവിടെ എല്ലാ മെസ്സേജിനും നിങ്ങൾ അയച്ച മെസ്സേജ്, നിങ്ങൾ അയച്ച കണക്ക് എല്ലാം ഇവിടെ റെക്കോർഡാണ്. നിങ്ങളെ മെസ്സേജ് ഡിലീറ്റ് ആക്കണം. എന്തിനാ ഡിലീറ്റ് ആക്കണത്? മെസ്സേജുകളൊക്കെ അയക്കണ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആക്കണം. അപ്പം അതിലെന്താ പ്രശ്നം? എന്താ എനിക്ക് മനസ്സിലായില്ല, സംഭവം എന്താന്ന് മനസ്സിലായില്ല. ഹലോ, ഇനി വെച്ചാൽ നിനക്ക് ഭയങ്കര ബിസി അല്ലേ? നിനക്ക് യൂട്യൂബ് നല്ല വരുമാനമുണ്ട് പറഞ്ഞു കേട്ട ആൾക്കാർ ഭയങ്കര മാസത്തെ 1,00,000 വരുമാനമുണ്ട് യൂട്യൂബിൽ. അതുകൊണ്ട് നിനക്ക് പിന്നെ അതിന് സ്വന്തം പൈസ കൊണ്ട് തന്നെ പുരയും സ്ഥലമൊക്കെ എടുക്കാനുള്ള സാമ്പത്തികം നിനക്ക് ഉണ്ട്. കാരണം വെച്ചാൽ നല്ല വരുമാനമുള്ളതല്ലേ. 24 മണിക്കൂർ എപ്പോൾ നോക്കിയാലും ഭയങ്കര ബിസി, യൂട്യൂബിൽ ഭയങ്കര വിലസുന്നുണ്ട്. അപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്ത് നിനക്കിപ്പോൾ പുര വെക്കും സ്ഥലത്തിനുള്ള പൈസക്ക് ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വെറുതെ മെനക്കെട്ടിട്ട് എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് നല്ല വരുമാനം, യൂട്യൂബ് നല്ല വരുമാനം അല്ല. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇത് ബിസി, 24 മണിക്കൂറും ഭയങ്കര ബിസി വരുമാനമുണ്ട്. അതുകൊണ്ട് നിന്റെ തന്നെ യൂട്യൂബിന് ചിലവിൽ തന്നെ നീ പുരസരം എടുത്തോ. ഞാനിപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ഒരു 5-6 ലക്ഷം റുപ്യൻ്റെ പൈസ ആൾക്കാർ തരാൻ പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ. അത് ഇന്നിപ്പോൾ ആൾക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ എത്തിയിട്ടുണ്ടല്ലോ, അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ ആ ടീമുകൾ പറഞ്ഞിട്ട് ഇവൾക്ക് പൈസ കൊടുക്കരുത്, ഇവള് നല്ല പൈസ ഉള്ള വ്യക്തിയാണ്, ടീമാണ്, അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കണ്ട, അതില്ലാത്ത പാവങ്ങൾ ഒരുപാടുണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് പൈസ വേണ്ട കേട്ടാ, അയക്കൂല. നിനക്ക് പൈസ അയക്കുന്നില്ല, ഞങ്ങൾ പൈസ വേറെ ആൾക്ക് പാവമായിട്ട് കൊടുക്കുന്നുണ്ട്.
ഓക്കെ. നിനക്കുള്ള വരുമാനമുള്ള ആൾ, നിനക്ക് ഭയങ്കര സാമ്പത്തികം ഉണ്ട്. സാമ്പത്തികം ഉണ്ടല്ലോ, അതുകൊണ്ട് സാമ്പത്തികം ഇല്ലാത്ത ആൾ ഒരുപാടുണ്ട്, അവർ കൊടുക്കാം. ഓക്കെ ഓക്കെ. യൂട്യൂബ് എന്ന് പറഞ്ഞാലേ, യൂട്യൂബ് എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ്. യൂട്യൂബിലൂടെ ആണല്ലോ ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടത്. യൂട്യൂബിലൂടെ ആണല്ലോ നിങ്ങൾ എന്നെ സഹായിക്കാന്ന് പറഞ്ഞത്. യൂട്യൂബിൽ 1,50,000 2,00,000 രൂപയും വരുമാനം ഉണ്ട് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആരുടെയും സഹായം വേണ്ട. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെയും ഇപ്പം ഈ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കോള് നിങ്ങൾ വിളിക്കുമ്പോൾ ഒക്കെ സംസാരിക്കണം, അങ്ങനെ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു വീട് സ്ഥലം ഒരാൾ ചെയ്തു തരുന്നുണ്ട് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് അതിന് മുന്നേ വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ഒറ്റ പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ. പിന്നെ അതെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കൺഫേം ആണെങ്കിൽ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങളെപ്പോലെ 24 മണിക്കൂറും കോൾ ചെയ്തിട്ടും വേറുള്ളതും ചെയ്തിട്ട് ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഡയലോഗ് എന്താണ്, യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം ചിലവിനുള്ള വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിത് വന്നത്. നിങ്ങളാണ് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് നിങ്ങൾ സ്ഥലം, കാര്യങ്ങൾ, വീട് വെച്ച് തരാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളോട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് വേണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്നതാണ്, നിങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ലക്ഷങ്ങൾ വരുമാനം ഉണ്ട് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് യൂട്യൂബിന് വേറെയുള്ളതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് തിരക്ക്, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ട് നടക്കാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതിപ്പോൾ യൂട്യൂബിൽ വരുമാനം ബാക്കിയുള്ളത്, യൂട്യൂബിൽ മാസത്തിൽ എത്ര കിട്ടുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത്, എത്ര ചിലവ് എന്താണെന്നറിയാം. അതുകൊണ്ട് ഒരു വീട് വെച്ച് ഒരു സ്ഥലം വെച്ച് തരുമെന്ന് പറഞ്ഞിട്ട് എല്ലാം എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വേറെ രീതിയിൽ കൊണ്ട് നടക്കണമെന്ന് എനിക്ക് ഇല്ല. എന്താണ് വീടിൻ്റെ പേരിൽ ഒരു പെൺകുട്ടീനെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഒരാൾക്ക് സഹായം ചെയ്യാന്നുണ്ടെങ്കിൽ അവരെ 24 മണിക്കൂർ വിളിക്കണം, സംസാരിക്കണം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. നിങ്ങൾ വീടും കാര്യങ്ങളും സ്ഥലം പിരിക്കുന്നുണ്ട്, സ്ഥലം നോക്കിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ളത് ഞാൻ ചെയ്തു. പിന്നെ 24 മണിക്കൂർ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് ചാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമില്ല. അതിപ്പോൾ നിങ്ങളൊരു വീഡിയോ വെച്ച് തരുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വെച്ച് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. യൂട്യൂബിൽ നിന്ന് എപ്പോൾ എനിക്ക് വരുമാനം കിട്ടുന്നോ, അല്ലെങ്കിൽ എന്നെനിക്ക് വെച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ വെച്ച് തരാണ്ട് തന്നെ പഠിച്ചവന് ഇതുവരെ എത്തിച്ചല്ലോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ വീട് കാര്യങ്ങളൊക്കെ പഠിച്ചോൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിൽ വന്ന് ചേരും. അതിന് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വേറെ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുക. അല്ലാണ്ട് അവരുടെ ചൂഷണം ചെയ്തിട്ടുള്ള രീതിയിൽ പൈസ പിരിച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്തു, എപ്പോഴും നിനക്ക് വിളിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നിനക്ക് വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ടാണ് നിനക്ക് ഉപകാരം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചോനും കാണുന്നുണ്ടല്ലോ അല്ലേ? പഠിച്ചോൻ കാണുന്നൊരു സംഭവമാണല്ലോ അല്ലേ? നിങ്ങളിപ്പോൾ ഒരാളല്ല 10-200 പേര് പിരിച്ചിട്ടാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ലക്ഷങ്ങൾ നിനക്ക് വരുമാനം ഉണ്ട് എന്ന് ഇപ്പോൾ ആരാ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്കൊരു വീട് വേണ്ട, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ടീമുകൾ പറയുന്നുണ്ട് പറഞ്ഞാലേ, ഈ നിങ്ങളൊരാൾ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. ഈ ടീമിൻ്റെ അല്ലെങ്കിൽ ഈ ടീമിലത്തെ മെമ്പറോട് വേറൊരാളോടും കൂടി എന്നോട് സംസാരിക്കാൻ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കാം. ഈ ടീമിൽ നിങ്ങൾ മാത്രമാണ് എനിക്ക് വിളിച്ചതും സംസാരിച്ചതും ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താ അവരോട് പറഞ്ഞിരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നിങ്ങളുടെ കലിപ്പ് നിങ്ങൾ തീർത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ആട്ടത്തിന് നിൽക്കണം പെൺകുട്ടിയല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല എൻ്റെ. ഞാൻ അതിന് നിൽക്കില്ല. ഒരു വീട് സ്ഥലം കിട്ടണമെന്ന് വെച്ചിട്ട് എൻ്റെ എല്ലാം മാനം കളഞ്ഞിട്ട് ഞാൻ ഒരാളുടെ കൂടെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിച്ചവനെ അത് എത്തിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാത്രം പോയാൽ മതി. അത് നിങ്ങൾ വേറെ ആർക്ക് നിങ്ങൾ പിരിച്ചതാ, എൻ്റെ പേരിൽ പിരിച്ച പൈസ നിങ്ങൾ എന്ത് ചെയ്താലും അതും പഠിച്ചവനായി നിങ്ങളായി. ഞാനതറിയില്ല, എനിക്കതിന് ഉത്തരവാദിത്വമില്ല. ഓക്കെ, എനിക്ക് നിങ്ങളല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്നിട്ട് വീട് വെച്ച് തരും, സ്ഥലം വെച്ച് തരും, സ്ഥലം മേടിക്കും, വീട് വെച്ച് തരും, അത്രേ ഉള്ളൂ.
ആ സാമ്പത്തികം ഉണ്ട്, നല്ല സാമ്പത്തികം എനിക്കുണ്ട്. അതെനിക്കും പഠിച്ചവനക്കറിയാം എത്ര സാമ്പത്തികം ഉണ്ടെന്ന്. പിന്നെ നിങ്ങളുടെ ഈ ചൊറിച്ചിലും കഴപ്പും വേറെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ അടുത്ത് നടക്കില്ല. പിന്നെ സാമ്പത്തികം ഉണ്ടോ ഇല്ലേന്ന് അതെനിക്കും പഠിച്ചവനക്ക് മാത്രം അറിയാം. പിന്നെ എന്താണ് പറയുക, നിങ്ങളുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കണില്ല, അത് നിങ്ങൾ കൊടുത്തോളി, എനിക്ക് സന്തോഷമുള്ളൂ. അത് ഞങ്ങളെ പിരിക്കുക കൊടുക്കുക എന്തോ ചെയ്തോളി. ഇപ്പോൾ നിങ്ങൾ മഷൂറാക്കൊക്കെ തിരുവനന്തപുരത്തുകാരിക്കൊക്കെ പിരിച്ചിട്ട് വീട് വെച്ച് കൊടുത്തു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അവർ പറയുന്നത് വേറെ രീതി, നിങ്ങൾ പറയുന്നത് വേറെ രീതിയിലൊക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ രീതിയിലൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നെക്കാളും പാവപ്പെട്ട, ഞങ്ങളെക്കാട്ടും പാവപ്പെട്ട താഴത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കുക, സന്തോഷമുള്ളൂ. നിങ്ങൾ വെച്ചെടുത്തോളി, എനിക്ക് വെച്ച് തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വീട് വെച്ചേരിയെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഫിറോസ് കുന്നംപറമ്പ് വിളിച്ചോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ആരെങ്കിലും വിളിച്ചോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളാണ് വന്നത്. നിങ്ങളാണ് പൈസൻ്റെ കണക്ക് പറഞ്ഞത്, നിങ്ങളാണ് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്, വാട്സപ്പ് നമ്പർ ചോദിച്ചത് ഒക്കെ. ഓക്കെ, ഞാനായിട്ട് ഒന്നും നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. നിങ്ങളായിട്ട് പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഈ പറയുന്ന ഞാൻ നിർബന്ധിച്ചിട്ട് ഒരാളുടെ അടുത്തും, ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സഹായം ആരെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. പിന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ഇതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് പഠിച്ചവനും എനിക്കും അറിയാം എത്ര ലക്ഷം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ എനിക്ക് വരുമാനമുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ കിട്ടിയാൽ അൽഹംദുലില്ലാ, നിങ്ങളുടെ ആരുടെയും ഒരു ഇതില്ലാണ്ട് എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റുക, ഇവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ മുന്നോട്ട് പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ സഹായിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇതിൽ വീട് കിട്ടി എന്നുള്ളൊരു പേരും കൂടി എനിക്ക് വേണ്ടല്ലോ, എനിക്ക് എൻ്റെ മക്കൾക്കും വേണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതിപ്പോൾ നാളൊരു വീഡിയോ വേറൊരു രീതിയിൽ ഒരാളിനെ വെച്ചിട്ട് എനിക്ക് ഇട്ട് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് നമ്പറും ബാക്കിയുള്ളതും കൊടുത്തു പറഞ്ഞാൽ, അതപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് നമ്പർ കൊടുത്ത പോലെ ഞാനൊരു വീട് വെക്കാൻ പോവാണ്, എനിക്ക് ഇനി ഒരു സ്ഥലം വാങ്ങാൻ പോവാണ്, എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അത് നിങ്ങൾ പറയണ്ട. പിന്നെ എൻ്റെ പേരിൽ പിരിച്ചിട്ട് എൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി പിരിക്കുകയും ചെയ്യരുത്. എൻ്റെ ഒരു കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് ഇനി പിരിക്കരുത്. അത് ഇനി നിങ്ങൾ വേറെ ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ട് പിരിക്കുക. എൻ്റെ പേര് ഒരിക്കലും ഇനി അവിടെ വരരുത്. എൻ്റെ വീഡിയോ കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ വെച്ച് നിർത്തിക്കോളി.